welcome to Once. I hope you people have watched our previous GATE 2024 video series. നമുക്കറിയാം 2024 GATE conduct ചെയ്യുന്നത് IISc Bangalore ആണ്. And the exam portal will be opened by 24th August 2023. ഈ വീഡിയോയിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ അപ്ഡേറ്റഡ് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്കറിയാം ഗേറ്റിൽ മെയിൻലി രണ്ട് സെക്ഷൻസ് ആണുള്ളത്. വൺ ഇസ് general aptitude and other one is നമ്മുടെ കോർ മെയിൻ സബ്ജക്റ്റ് ആയിരിക്കും. ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് അബൌട്ട് 15 മാർക്സിനാണ് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ദാറ്റ് ഇസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മെയിൻ പേപ്പർ. അതിൽ തന്നെ മാത്സ് ഉണ്ട് ആൻഡ് ദ അതർ വൺ ഇസ് അവർ കോർ പേപ്പർ. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അതിൽ ഏതൊക്കെയാ വരുന്നത്? ലീനിയർ ഓൾജിബ്ര. ലീനിയർ ഓൾജിബ്രയിൽ നോക്കുന്നത് ഏതൊക്കെയാ? വെക്ടർ സ്പേസ് ഉണ്ട്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. ദെൻ ലീനിയർ ഡിപ്പെൻഡൻസീസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. പിന്നെ വരുന്നത് മെട്രിക്സ് ഓൾജിബ്ര, ദെൻ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അടുത്ത ടോപ്പിക് കാൽക്കുലസ് ആണ്. കാൽക്കുലസിൽ വരുന്നത് മീൻ വാല്യൂ തിയറം, തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്, then partial derivatives, then multiple integrals, then surface and volume integrals, Taylor series. The next one is differential equations. Adinte athu first order and higher order differential equations. Pinne ullathu Cauchy's and Euler's equations. Pinne complementary functions and particular integral, partial differential equations, and initial and boundary value problems. The next one is vector analysis. Vector analysis lu varunathu plane and space vectors, in a vector operations, gradient, divergence, curl, and Gauss's and Stock theorems. Next is complex analysis. Adil varunathu analytic functions, Cauchy's integral theorem, Cauchy's integral formula, convergence test, Taylor and Lorentz series, residue theorems. The last topic in mathematics is probability and statistics. Adil varunathu basic aayittulla mean, mode, median, standard deviation, then combinatorial probability, then binomial distribution, Poisson distribution, exponential distribution, then joint and conditional probabilities. So these are an overall topic that comes under engineering mathematics. We will see the core subjects. I'll first one electronics students nu nokkunnathu networks, signals and systems. So in networks in about 9 marks ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ സിഗ്നൽസും അബൌട്ട് 9 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ എക്സ്പെക്ടഡ് മാർക്ക് നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയറിലുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ്. അതിൽ നെറ്റ്വർക്ക് തിയറി ആയിരിക്കും ഫസ്റ്റ് പോർഷൻ. ദ ഫസ്റ്റ് 2 ടോപ്പിക് കംസ് അണ്ടർ നെറ്റ്വർക്ക് തിയറി. അതിൽ ഫസ്റ്റ് വൺ ഇസ് സർക്യൂട്ട് അനാലിസിസ്. സർക്യൂട്ട് അനാലിസിസ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു നെറ്റ്വർക്ക് തിയറിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്തായിരിക്കും? നോഡൽ ആൻഡ് മെഷ് അനാലിസിസ്. ദെൻ comes the theorems. നമ്മൾ കുറെ തിയറംസ് നെറ്റ്വർക്ക് തിയറിയിൽ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ? തെവനിൻ ഉണ്ട്, നോർട്ടൺ ഉണ്ട്, റെസിപ്രോസിറ്റി ഉണ്ട്, ദെൻ പവർ ട്രാൻസ്ഫർ തിയറം, അങ്ങനത്തെ ടോപ്പിക്സ്. ദെൻ നെക്സ്റ്റ് ഇസ് സൈനസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. പിന്നെ ഉള്ളത് ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട്സ്. പിന്നെ ഉള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഹൗ വി സോൾവ് എ നെറ്റ്വർക്ക് ഇക്വേഷൻസ്. നെക്സ്റ്റ് വൺ ഇസ് ലീനിയർ 2-port നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും 2-port നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ? Z പാരാമീറ്റർ ഉണ്ട്, Y പാരാമീറ്റർ ഉണ്ട്, H പാരാമീറ്റർ ആൻഡ് ABCD പാരാമീറ്റേഴ്സ്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഈ 2-port നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സിന്റെ ടോപ്പിക്കിൽ വരുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ അല്ലെങ്കിൽ Y ടു ഡെൽറ്റ കൺവേർഷൻ നമുക്ക് പറയാം. Then the other 2 topics comes under signals and systems. So signals and systems ന്റെ അകത്ത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും ഉണ്ട്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൽ ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം, സാമ്പിളിംഗ് തിയറം അങ്ങനത്തെ ടോപ്പിക് ആയിരിക്കും വരുന്നത്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൽ DFT, DTFT, Z ട്രാൻസ്ഫോം, ദെൻ LTI സിസ്റ്റം. എന്താണ് LTI സിസ്റ്റം? ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസിൽ വരുന്ന ഡെഫിനിഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ലൈക്ക് കോസോളിറ്റി, സ്റ്റെബിലിറ്റി, ഇമ്പൾസ് റെസ്പോൺസ്, പോൾസ് ആൻഡ് സീറോസ്, ഫ്രീക്വൻസി റെസ്പോൺസ്, ഗ്രൂപ്പ് ഡിലേ, ഫേസ് ഡിലേ. ഈ ടോപ്പിക് ഒക്കെ ആയിരിക്കും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. The next one is electronic devices. This is one of the most important paper for a electronic student.
അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് ഇസ് അബൌട്ട് 10. സോ അതിൽ ഫസ്റ്റ് വരുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. അതായത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ്. പിന്നെ കാരിയർ ട്രാൻസ്പോർട്ട്, അവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഡിഫ്യൂഷൻ കറന്റ്, ഡ്രിഫ്റ്റ് കറന്റ്, മൊബിലിറ്റി, റെസിസ്റ്റിവിറ്റി, ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് കാരിയേഴ്സ്, പോയിസൺസ് ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത്, അതായത് ഇത് വരുന്നത് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആൻഡ് സ്പെഷ്യൽ ഡയോഡ്. ആ ടോപ്പിക്കിൽ സെനർ ഡയോഡ് വരും, LED വരും, ഫോട്ടോ ഡയോഡ് ആൻഡ് സോളാർ സെൽ. ദ അതർ ത്രീ ആർ basic devices like BJT, MOS capacitor and MOSFET. The next one is analog circuits. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് about 9 marks ആണ്. അതിൽ വരുന്നത് ഡയോഡ് ആപ്ലിക്കേഷൻസ്, അതായത് ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ് ആൻഡ് റെക്ടിഫയേഴ്സ്, how we clip a signal എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡയോഡിലായിരിക്കും പഠിക്കുന്നത്. Then next is BJT and MOSFET amplifiers. അതിൽ biasing, AC coupling, signals, small signal analysis, then frequency response, current mirror and differential amplifiers. The last one is op-amp circuits. How we use an op-amp as amplifier, summer, differentiator, integrators. Op-amp use ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ആക്റ്റീവ് ഫിൽറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Then wave shaping circuits like Schmitt trigger and oscillators. Next is digital circuits. Digital നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് ഏതൊക്കെയായിരിക്കും? ഒരു നമ്പർ സിസ്റ്റം റെപ്രസെന്റേഷൻ ഉണ്ടാവും. സോ അതൊക്കെ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരും. നമ്പേഴ്സ് representations, അതായത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, അങ്ങനത്തെ ടോപ്പിക് എല്ലാം വരും. ദെൻ കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ വരുന്ന ബൂളിയൻ ആൾജിബ്ര, മിനിമൈസേഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസിങ് ബൂളിയൻ ആൾജിബ്ര, ദെൻ കോർണോട്ട് മാപ്പ് ഉണ്ട്, ലോജിക് ഗേറ്റ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് എന്താ അരിത്മെറ്റിക് സർക്യൂട്ട്സ്, കോഡ് കൺവേർട്ടേഴ്സ്, മക്സും ഡിമക്സ്, എൻകോഡർ, ദെൻ ഡീകോഡർ, അങ്ങനത്തെ ടോപ്പിക്. നെക്സ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, അത് യൂസ് ചെയ്തിട്ടുള്ള കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ, പിന്നെ പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രൊപ്പഗേഷൻ ഡിലേ, സെറ്റപ്പ് ആൻഡ് ഹോൾഡ് ടൈം, ക്രിട്ടിക്കൽ പാത്ത് ഡിലേ. ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡാറ്റ കൺവേർട്ടേഴ്സ്. ഡാറ്റ കൺവേർട്ടേഴ്സ് അതായത് ADC ആൻഡ് DAC, അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം വാട്ട് ഇസ് എ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. നെക്സ്റ്റ് ഇസ് മെമ്മറീസ്. സെമി കണ്ടക്ടർ മെമ്മറീസിൽ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയായിരിക്കും ഉണ്ടാവുന്ന? ഒന്ന് റോം ആയിരിക്കും, പിന്നെ റാം. This SRAM and DRAM comes under RAM. റാമിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ എന്തൊക്കെയുണ്ട്? മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ടാവും, ALU അതായത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ദെൻ ഡാറ്റ പാത്ത് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻസ്. സോ ദിസ് ആണ് ഒരു ഓവർവ്യൂ ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. നെക്സ്റ്റ് കംസ് ദ കൺട്രോൾ സിസ്റ്റം. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് ഇസ് അബൌട്ട് 9. അതിൽ എന്തൊക്കെയായിരിക്കും? ബേസിക് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം കമ്പോണൻസ് ഉണ്ടാവും, ദെൻ അതിന്റെ ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, പിന്നെ ട്രാൻസിയന്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, റോത്ത്-ഹർവിസ് പ്ലോട്ട് അറേ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുണ്ടാവും, ദെൻ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, ബോട്ട് പ്ലോട്ട് ആൻഡ് റൂട്ട് ലോക്കസ് പ്ലോട്ട്സ്, പിന്നെ ലീഡ് ലാക്ക് കോമ്പൻസേഷൻ, സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെന്റേഷൻസ് എല്ലാം കൺട്രോൾ സിസ്റ്റത്തിന്റെ ടോപ്പിക്കിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. ഇതും ഒരു ഈസി സ്റ്റുഡൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അബൌട്ട് 10 മാർക്സ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റാൻഡം പ്രോസസ്സസ്, അതായത് ഓട്ടോ കോറിലേഷൻ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റ് നോയ്സ്, ഫിൽറ്ററിംഗ് ഓഫ് റാൻഡം സിഗ്നൽസ് ത്രൂ LTI സിസ്റ്റം. പിന്നെ നമ്മൾ നോക്കുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ മെയിൻ പറയുന്നത് എന്തൊക്കെയായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ദാറ്റ് ഇസ് AM. പിന്നുള്ളത് ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ്റെ അണ്ടറിലായിരിക്കും FM ഉം PM ഉം ഉണ്ടാവുന്നത്. ദെൻ അതിൻ്റെ ഡിമോഡുലേഷൻ ഉണ്ടാവും. ദെൻ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സ്. നെക്സ്റ്റ് ഇസ് ഇൻഫർമേഷൻ തിയറി. അതിൽ എൻട്രോപ്പി, മ്യൂച്വൽ ഇൻഫർമേഷൻ, ചാനൽ കപ്പാസിറ്റി തിയറി എല്ലാം നമ്മൾ ഇൻഫർമേഷൻ തിയറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദറ്റ് കംസ് അണ്ടർ കമ്മ്യൂണിക്കേഷൻ. അതിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാ? PCM, പൾസ് കോഡ് മോഡുലേഷൻ, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, പിന്നെ മോഡുലേഷൻ സ്കീംസ്, ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് ലൈക്ക് ASK, FSK, PSK, QAM. Then inter-symbol interference, MAP and ML detection, match filter receiver, then signal to noise ratio and bit error rate. ഇതൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് എറർ കറക്ഷൻ. നമ്മൾ എറർ കറക്റ്റിംഗ് കോഡ്സ് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഹാമിംഗ് കോഡ്സും
സൈക്ലിക് റിഡൻഡൻസി ചെക്കും ആയിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. അതിൽ ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ ഫോം റെപ്രസെന്റേഷൻ ഉണ്ടാവും. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ്, പോയിന്റിംഗ് വെക്ടർ. ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പ്ലെയിൻ വേവ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതിൽ വരുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഫേസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി, പ്രൊപ്പഗേഷൻ ത്രൂ വേരിയസ് മീഡിയ, സ്കിൻ ഡെപ്ത്. പിന്നെ ഉള്ളത് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഇക്വേഷൻസ് ഉണ്ടാവും, ഇംപിഡൻസ് മാച്ചിങ് ആൻഡ് എസ് പാരാമീറ്റേഴ്സ്, സ്മിത്ത് ചാർട്ട്. ഇതൊക്കെ ട്രാൻസ്മിഷൻ ലൈനിന്റെ ടോപ്പിക്കിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് വേവ് ഗേറ്റ്സ് ആണ്. വേവ് ഗേറ്റ്സിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റെക്ടാംഗുലറും സർക്കുലർ വേവ് ഗേറ്റ്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാവും. പിന്നെ ഉള്ളത് ആന്റിനാസ് ആണ്. ആന്റിനാസിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡൈപോൾ, മോണോപോൾ ആന്റിന, ലീനിയർ ആന്റിന അറേസ്. So this is all about the syllabus, updated syllabus for electronics and communication engineering. I hope this video is useful for you. Keep watching our channel for more updates. Thank you.